കിറ്റസ് മുതലാളി കേരള സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ അഡ്വക്കേറ്റ് ഡോക്ടർ ജോസ് കെ ജോസഫ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാക്കുകളാണ് കിറ്റക്സ് മുതലാളി. കിറ്റക്സ് മുതലാളിയുടെ വാണിജ്യ ശാസ്ത്രം എന്താണ്? ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നത് വിശാലമായ വിസ്തൃതമായ മാനങ്ങളിലൂടെയാണ്. അതായത് ആൻ എക്കോണമിസ്റ്റ് അപ്രോച്ച്, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ സമീപനം. ആൻ എൻവയറമെന്റൽ സയന്റിസ്റ്റ് അപ്രോച്ച്, ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ സമീപനം. അടുത്തതായിട്ട് എ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് അപ്രോച്ച്, ഒരു രാഷ്ട്രീയ ശാസ്ത്രജ്ഞന്റെ സമീപനം. എല്ലാറ്റിനും ഉപരി അഭിഭാഷകനായ ഞാൻ ഇതിനെ വിശകലനം ചെയ്യുന്നു. എ ലോയേഴ്സ് അപ്രോച്ച്. കിറ്റക്സ് മുതലാളിയുടെ വാണിജ്യ ശാസ്ത്രത്തെ പറ്റി പഠിക്കുമ്പോൾ സാമ്പത്തിക ചരിത്രത്തിലേക്ക് നാം ഒരു തിരനോട്ടം നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം, 18-ാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവം ഉണ്ടായി. 4 ഘട്ടങ്ങളിലായിരുന്നു അത്. തൊഴിലാളികൾക്ക് ദുഃഖവും ദുരിതവും പീഡനങ്ങളും ഉണ്ടായപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ സോഷ്യലിസം വന്നു. അതിനുശേഷം നമുക്കറിയാം 20-ാം നൂറ്റാണ്ടിൽ സോഷ്യലിസത്തിന് ചില മാറ്റങ്ങളുണ്ടായി. രൂപങ്ങളും ഭാവങ്ങളും മാറി. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഘടന സ്വീകരിച്ചു. പാർലമെന്ററി ജനാധിപത്യം സ്വീകരിച്ചു. ഇന്ന് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കമ്പോള സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. കിറ്റക്സ് മുതലാളിയെ പോലുള്ളവർ ആഗോള രംഗത്തും ദേശീയ രംഗത്തും കേരള രംഗത്തും വികസനം നടത്തുന്നു. ഇങ്ങനെയാണ് വേണ്ടതും. ആഗോള പ്രശസ്തനായ ജോസഫ് അലൈഷ് ഷുംപീറ്റർ പറയുന്നു, ആൻ എന്റർപ്രണർ ഈസ് എ ഹീറോ ഇൻ ദ ഹോൾ ഡ്രാമ ഓഫ് ഡെവലപ്മെന്റ്. നവപ്രവർത്തകൻ, നിക്ഷേപകൻ, സംഘാടകൻ, ഇവരാണ് സമ്പദ് വ്യവസ്ഥയിൽ വികസനം ഉണ്ടാക്കുന്നത്. ക്യാപിറ്റലിസം, ഡെമോക്രസി എന്ന തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, എന്റർപ്രണേഴ്സിനെ, സംഘാടകരെ, നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നു. ഇവർ പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുവാൻ പാടില്ല, മാനുഷിക ബന്ധങ്ങളെ ചൂഷണം ചെയ്യുവാൻ പാടില്ല. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രപരമായി നോക്കുമ്പോൾ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? വികസനത്തിന്റെ പരിപ്രേക്ഷ്യം എന്താണ്? സംഘാടകൻ നിക്ഷേപം നടത്തുന്നു, ലാഭം ഉണ്ടാക്കുന്നു, ഉൽപാദനം നടത്തുന്നു, പുനർനിക്ഷേപം നടത്തുന്നു, വരുമാനം ഉണ്ടാക്കുന്നു. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ വികസനത്തെ പറ്റി നമുക്ക് അല്പം ചിന്തിക്കാം. യുണൈറ്റഡ് നേഷൻസ് പറയുന്നു മുതലാളിമാർ, അതായത് നമ്മുടെ കിറ്റക്സ് മുതലാളിമാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. മുതലാളിമാർ വികസനം നടത്തുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായുണ്ട്. യുവന്റെ പണ്ടത്തെ കാഴ്ചപ്പാടുകാരൻ ദേശീയ വരുമാനത്തിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു. അത് മാറ്റി UN പിന്നെ പറഞ്ഞു PQLI, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, മനുഷ്യന്റെ ഭൗതിക സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകും. അത് കഴിഞ്ഞ് UN വീണ്ടും പറഞ്ഞു HDI, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, മനുഷ്യന്റെ സർവതോമുഖമായ വികസനം ഉണ്ടായിരിക്കണം. UN പിന്നെയും മാറ്റി ജെൻഡർ എംപവർമെന്റ് ഇൻഡെക്സ്, ലിംഗസമത്വം ഉണ്ടായിരിക്കണം. അവസാനമായി UN എന്ന് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് എവിടെയാണ്? ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്, മനുഷ്യന്റെ സമഗ്രമായ സമ്പൂർണമായ സമസ്തമായ സന്തോഷം ഉണ്ടായിരിക്കണം. നമുക്കറിയാം, സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ഇങ്ങനെയാണ്. നെതർലാൻഡ്സ്, സ്വീഡൻ, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങൾ. അവിടെ കിറ്റക്സ് മുതലാളിയെ പോലുള്ളവർ പ്രകൃതിയെ ചൂഷണം ചെയ്യുവാൻ അനുവദിക്കത്തില്ല. മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഊഷ്മമാക്കുവാൻ ശ്രമിക്കണം. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ സമഞ്ജസപ്പെടുവാൻ അവർ പറയുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നവപ്രവർത്തന സംഘാടകന് വിഭവങ്ങളെ മാറ്റുന്നു, മാറ്റിമറിക്കുന്നു, തൊഴിലെടുക്കുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കട്ടെ, സംഘാടകൻ സമ്പദ് വ്യവസ്ഥയിൽ വികസനം നടത്തുമ്പോൾ സർക്കാരിന് ചില തീരുമാനങ്ങൾ എടുക്കുവാനുണ്ട്, നയങ്ങൾ എടുക്കാനുണ്ട്, നടപടികൾ എടുക്കുവാനുണ്ട്. ഇവ ഒരിക്കലും വ്യവസായി, നിക്ഷേപകനെ, സംരംഭകനെ നിരുത്സാഹപ്പെടുത്തുവാനുള്ള അല്ല. സുപ്രീം കോടതിയുടെ നിരവധി വിധികളുണ്ട്. ഓരോ വ്യവസായവും ഓരോ കമ്പനിയും വരും തലമുറയുടെ നിലനിൽപ്പ് കൂടി നോക്കിക്കൊണ്ടു വേണം വികസനം നടത്തുവാൻ. ഇന്ത്യയിലെ പല ഹൈക്കോടതികളും ഈ വിധികൾ നടത്തിയിട്ടുണ്ട്, ഇതുപോലുള്ള വിധികൾ നടത്തിയിട്ടുണ്ട്. കിറ്റക്സിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മുനിസിപ്പാലിറ്റി, അവിടുത്തെ പഞ്ചായത്ത് ഈ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിയും കിറ്റക്സ് കമ്പനിയെ പറ്റി നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്.
അപ്പോൾ ഓർക്കുക, നിയമപരമായ നടപടികൾ ഏവർക്കും ബാധകമാണ്, ഏത് കമ്പനിക്കും ബാധകമാണ്. ഒരു സർക്കാരിനും കിറ്റസ് മുതലാളിയെ പോലുള്ളവർക്ക് ഇളവുകൾ കൊടുക്കുവാൻ സാധിക്കുകയില്ല. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഇത് എല്ലാ വ്യവസായങ്ങൾക്കും ബാധകമാണ്. പരിസര മലിനീകരണം, ജലമലിനീകരണം, വായുമലിനീകരണം ഇതിനെ തടയുവാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ഹരിത ട്രിബ്യൂണൽ ബോർഡ് ഇതിനെ നിരീക്ഷിച്ചിട്ടുള്ളതാണ്. മെഡിക്കൽ ഓഫീസേഴ്സ് നിരീക്ഷിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തിൽ ഇതിനെതിരെ നിയമങ്ങൾ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ പഞ്ചായത്തിനെ പിടിച്ചെടുക്കുവാൻ മുതലാളി ശ്രമിച്ചേക്കാം. എന്തുകൊണ്ടെന്നാൽ അധികാര ഘടനയുണ്ടെങ്കിൽ മുതലാളിക്ക് ലാഭം കൊയ്യാം. ഓർക്കുക, യുണൈറ്റഡ് നേഷൻസിന്റെ നിരവധി പഠനങ്ങളുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് ശാശ്വതമായ ബന്ധം. ഇന്നേ വരെ മനുഷ്യൻ ആർജിച്ചെടുത്ത സമസ്ത വിജ്ഞാനവും അതിനേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മാനവിക വിഷയങ്ങളാകട്ടെ, ഭൗതിക ശാസ്ത്ര വിഷയങ്ങളാകട്ടെ, ഒരേ സത്യമാണ് അന്വേഷിക്കുന്നത്. അതായത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സമഞ്ജസമായ സമാധാനപരമായ ബന്ധം. ഈ ബന്ധത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് മാർക്സിയൻ ഡയലക്റ്റിക്സ്, ലോക ചരിത്രത്തെ ബാധിച്ചിട്ടുള്ള മാർക്സിന്റെ ചരിത്രപരമായ ഭൗതികവാദം. മാർക്സിന്റെ ചരിത്രപരമായ ഭൗതികവാദം, മാർക്സിയൻ ഡയലക്റ്റിക്സ് ലോകത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിയൻ ഡൈനാമിക്സ്, അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ വികസനം ഉണ്ടാക്കുന്ന ഗാന്ധിയുടെ സിദ്ധാന്തങ്ങളും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നു. UN പറയുന്നു, ഇങ്ങനെയുള്ള രീതിയിലുള്ള വികസനം മാത്രമേ വികസനം ഉണ്ടാകുകയുള്ളൂ എന്ന് നിരീക്ഷിച്ചിരിക്കുന്നു. 3-4 രാജ്യങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു. അതുതന്നെയാണ് നോബൽ സമ്മാന ജേതാക്കളും ഇത് അടിവരയിട്ട് പറയുന്നു. 1991 നോബൽ പ്രൈസ് കിട്ടിയ, സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയ റൊണാൾഡ് ഗോസ എൻവയറമെന്റൽ സയന്റിസ്റ്റുമായിരുന്നു, പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹം പറയുന്നു, പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാകുന്ന വ്യവസായം, ഫാക്ടറികൾ, ഒരു കാര്യം ഓർക്കണം, പരിസ്ഥിതിക്ക് വിഘാതം ഉണ്ടാക്കുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ നീക്കുവാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരിക്കണം. കിറ്റസ് മുതലാളിക്കെതിരെ, കിറ്റസ് കമ്പനിക്കെതിരെ നിരവധി സമരങ്ങൾ ഉണ്ടായിട്ടില്ലേ? കോടതികളുടെ നിരവധി നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ലേ? അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധങ്ങളും സത്യാഗ്രഹങ്ങളും നടത്തിയിട്ടില്ലേ? ആവശ്യത്തിൽ കൂടുതൽ കെമിക്കൽസ്, രാസപദാർത്ഥങ്ങൾ, മാലിന്യം നദിയിലേക്ക്, കടമ്പിയാർ നദിയിലേക്ക് 10 ലക്ഷം പേരുടെ കുടിവെള്ളത്തിൽ മാലിന്യമുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ എതിർക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. മനുസ്മൃതിയിൽ പറയുന്നു, ജലത്തിൽ മാലിന്യം ഉണ്ടാക്കുന്നതാണ് കൊടിയ പാവം. അപ്പോൾ കിറ്റക്സ് മുതലാളിക്ക് മാത്രം ഫാക്ടറീസ് ആക്ട് ബാധകമല്ല, വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് ബാധകമല്ല, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ബാധകമല്ല, മിനിമം വേജസ് ആക്ട് ബാധകമല്ല. ഇതും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലും അനുവദിക്കുവാൻ പറ്റുന്നതല്ല. കിറ്റക്സ് മുതലാളി തൻ്റെതായ സാമ്രാജ്യം ഉണ്ടാക്കി, തൻ്റെതായ പാർട്ടി ഉണ്ടാക്കി സർക്കാരിനെ വെല്ലുവിളിക്കുവാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ സർക്കാരിനും വില പറയുന്നു. അതല്ലേ പഞ്ചായത്ത് മെമ്പേഴ്സിന് അലവൻസ് കൊടുക്കുന്നത്. 3500 കോടിയുമായിട്ട് നിക്ഷേപിക്കുവാൻ കിറ്റക്സ് മുതലാളിക്ക് ശ്രീലങ്കയിലേക്ക് പോകുവാൻ അവകാശമുണ്ട്, തെലങ്കാനയിലേക്ക് പോകാൻ അവകാശമുണ്ട്, കർണാടകത്തിലേക്ക് പോകാൻ അവകാശമുണ്ട്. എന്നാൽ ഓർക്കുക, ഈ 3500 കോടി രൂപ ലാഭം ഉണ്ടാക്കിയത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ കേരളത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട് എന്ന് പറയുന്നില്ല എങ്കിലും കേരളത്തിന്റെ അഭിമാനത്തെ, വ്യാവസായികമായ സ്വത്വത്തെ, കേരളത്തിന്റെ വ്യാവസായിക വികസനത്തിന്റെ രീതിയെ, രൂപത്തെ, ഭാവത്തെ അപമാനിക്കുവാൻ താങ്കൾക്ക് അവകാശമില്ല. കാരണം താങ്കൾ പറയുണ്ടായി, കേരളം ഏതാണ്ട് 60 ലക്ഷം പേര് തൊഴിലില്ലാതെ നിൽക്കുകയാണെന്ന്. കേരള സർക്കാരിന്റെ ക്രിയാത്മകമായ ഭാവനയിലൂടെ തൊഴിലുണ്ടാക്കുവാൻ സാധിക്കും. കേരളത്തിന്റെ പ്രത്യേകമായ രീതിയിലൂടെ ഇവിടെ തൊഴിലില്ലായ്മ വന്നിട്ടുണ്ട് എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട്. ആഗോള പ്രശസ്തനായ AK സെൻ പറയുന്നു, കേരളത്തിന്റെ ഭൂപ്രകൃതി, കേരളത്തിന്റെ മാനുഷിക ഘടന, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലെ ജനസാന്ദ്രത, ഇതൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഇൻഡസ്ട്രിക്ക് മാലിന്യജലം ഉണ്ടാക്കുന്ന, വായുമലിന്യം ഉണ്ടാക്കുന്ന വ്യവസായത്തെക്കാൾ ഉപരി എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി, വിനോദ വ്യവസായത്തിനാണ് ഇവിടെ പ്രസക്തി. ടൂറിസം ഇൻഡസ്ട്രി, ഇത് ഡോക്ടർ KN രാജു, ഇന്ദിരാഗാന്ധിയുടെ
ഉപദേഷ്ടായിരുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ എൻ രാജു നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അമിത് ബാച്ചി, ലോകപ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമിത് ബാച്ചിയും ഇത് നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ താങ്കളെ പോലുള്ള വ്യവസായികൾ ഇവിടെ മാലിന്യം ഉണ്ടാക്കുമ്പോൾ, പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ, കുടിവെള്ളത്തിൽ മാലിന്യം ഉണ്ടെന്ന് കാണുമ്പോൾ വിദേശികൾ ഇവിടോട്ട് വരുമോ? അപ്പോൾ ടൂറിസത്തിന് അനന്തമായ സാധ്യതകൾ ഇവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. വിദേശികൾ ഇവിടെ ടൂറിസത്തിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമാനം ഉണ്ടാകും, നിക്ഷേപം ഉണ്ടാകും, പുനർനിക്ഷേപം ഉണ്ടാകും, തൊഴിലുണ്ടാകും. അപ്പോൾ അനന്തമായ സാധ്യതകൾ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ ഒരു മോശമായ സന്ദേശം കൊടുക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഇവിടെ തൊഴിൽപരമായ അസ്ഥിരതയുള്ള നാടാണ്. രാഷ്ട്രീയ പ്രവർത്തകരെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുന്നില്ല. എന്നാൽ ഓർക്കുക, പരിസ്ഥിതി സൗഹൃദ സംസ്ഥാനമാക്കുവാൻ സർക്കാരിന് ശ്രമിക്കേണ്ടതുണ്ട്, ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായ നടപടികൾ ഉണ്ടാകുന്നത്. കോടതികൾ താങ്കളെ പല പ്രാവശ്യം നിരീക്ഷിച്ചിട്ടില്ലേ? അപ്പോൾ താങ്കൾ പറയുണ്ടായി 265 കോടി രൂപ ഞാൻ എൻ്റെ തൊഴിലാളികൾക്ക് വരുമാനം കൊടുക്കുന്നു, ഏതാണ്ട് 200 കോടി രൂപ നികുതിയായിട്ട് കൊടുക്കുന്നു. താങ്കൾ ഇത് കൊടുക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനമല്ല, താങ്കൾ മുതലാളിയാണ്, താങ്കളുടെ ലക്ഷ്യം ലാഭമാണ്, ലാഭമാണ്, ലാഭം മാത്രമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും കേരളത്തിൻ്റെ വ്യക്തിത്വമുണ്ട്, വ്യാവസായികമായ വ്യക്തിത്വമുണ്ട്. കേരളത്തിൻ്റെ ചരിത്രപരമായ വ്യക്തിത്വം ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്, കേരള മാതൃക. അപ്പോൾ വികസനം എന്ന് പറയുന്നത് മനുഷ്യന്റെ സമ്പൂർണമായ സമഗ്രമായ വിമോചനമാണ്. ഇതിനെ ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പൊതുബോധത്തെ, ജനങ്ങളുടെ ചിന്താഗതിയെ മാറ്റുന്നതിനുള്ള ശ്രമം നടത്തരുത്. താങ്കൾക്ക് രാഷ്ട്രീയപരമായ ഉദ്ദേശങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആഗോള പ്രശസ്തനായ സോഷ്യോളജിസ്റ്റ്, സാമൂഹ്യ ശാസ്ത്രജ്ഞൻ കപിൽ സിംഗ് ഗവേഷണ പരീക്ഷണ നടനം നടത്തിക്കൊണ്ടായി 3 രാജ്യങ്ങളെ പറ്റി. അദ്ദേഹം പറയുന്നു, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ബഹുരാഷ്ട്ര കുത്തകൾ നിക്ഷേപം നടത്തും, പുനർനിക്ഷേപം നടത്തും, ലാഭം കൊയ്യുന്നതിന് വേണ്ടി അടവുകളും അഭ്യാസങ്ങളും നടത്തി പല സ്ഥലങ്ങളിലേക്കും മാറും. അവിടുത്തെ സർക്കാർ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുമ്പോൾ അത് സ്വീകരിക്കും. അപ്പോഴേ ഓർക്കുക, താങ്കൾ പറയുന്നു UP മോഡലാണ് നല്ലതെന്ന്. UPയിലെ സർക്കാർ താങ്കളെ പോലുള്ളവർക്ക് എന്ത് സഹായം ചെയ്യും? അവിടുത്തെ ജനങ്ങൾ കൂടുതലും നിരക്ഷരാണ്. അവിടെ ചൂഷണം ചെയ്യുവാൻ സാധിക്കും. 40% സബ്സിഡി നൽകുന്നു, ടാക്സ് എക്സംപ്ഷൻ നൽകുന്നു, എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുന്നു. അപ്പോൾ ഒരു മുതലാളിയുടെ ലക്ഷ്യം ലാഭമാണ് എങ്കിൽ, ലാഭം മാത്രമാണ് എങ്കിൽ മനുഷ്യനെ, തൊഴിലാളിയെ ചൂഷണം ചെയ്യുവാൻ പറ്റില്ല. അപ്പോൾ താങ്കൾ പറയുണ്ടായി, എൻ്റെ തൊഴിലാളികൾ സംതൃപ്തരാണ്, എല്ലാ രീതിയിലുള്ള സംതൃപ്തി അവർക്കുണ്ട്. എന്നാൽ ഡിജിറ്റൽ എവിഡൻസ്, സൈബർ എവിഡൻസ് കാണിക്കുന്നു തൊഴിലാളികളെ ചൂഷണം ചെയ്ത രംഗങ്ങളുണ്ട്. വൈദ്യസഹായം കൊടുക്കാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജലത്തിൽ വിഷാംശം കലർത്തിയതായി കാണുന്നുണ്ട്. ബ്ലീച്ചിങ് ആൻഡ് ഡൈയിങ് അനുവദിച്ച ആളുകളിൽ നിന്നും കൂടുതൽ ഉണ്ടായതായിട്ടും നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ഒരുപക്ഷെ ചോദിക്കും, ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്ര കോടി രൂപ തരാം, ഞാൻ ഇത്ര കോടി രൂപ തരാം. മാധ്യമങ്ങളും മുതലാളിമാരും തമ്മിൽ നിന്നും സന്ധിയുണ്ട്. ഒരു മുതലാളിയെ നിൽക്കുവാൻ മാധ്യമങ്ങൾ ശ്രമിക്കുകയില്ല, സത്യം തമസ്കരിക്കും. അപ്പോൾ ഈ വക തെളിവുകൾ നിരത്തുവാനോ അത് സ്ഥാപിക്കുവാനോ എളിയവനായി ഞാൻ തയ്യാറല്ല. കാരണം കോടാനുകോടി കയ്യിലുള്ള മുതലാളി സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ സംക്രമണത്തെ സ്വാധീനിക്കുവാൻ സാധിക്കും. ഒരു പരിധിവരെ രാഷ്ട്രീയ പ്രക്രിയയും സ്വാധീനിക്കുവാൻ സാധിക്കും. താങ്കൾ രാഷ്ട്രീയ പ്രക്രിയയെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. താങ്കൾക്ക് പാർട്ടി ഉണ്ടാക്കുവാനും പാർട്ടിയെ വളർത്തുവാനും അധികാരമുണ്ട്. എന്നാൽ ഒരു പൊളിറ്റിക്കൽ നെഗറ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കുവാൻ അവകാശം ഉണ്ടോ? ഇവിടുത്തെ വ്യാവസായിക രംഗം അസ്ഥിരമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി സമാന ചിന്താഗതിയുള്ള മുതലാളിമാരുമായിട്ടും കൂട്ടുപിടിക്കുന്നു. രാഷ്ട്രീയ ശക്തി അതിനെ ഉപയോഗിക്കുന്നു. ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം വളരെ പ്രകടമാണ്, മുതലാളിമാരുടെ ലക്ഷ്യം ലാഭമാണ്, ലാഭം മാത്രമാണ്. അതിന് സർക്കാർ കീഴ്വഴങ്ങാതെ വരുമ്പോൾ സർക്കാരിൻ്റെ നടപടികളെ ചോദ്യം ചെയ്യുന്നു. ഒരു കാര്യം വ്യക്തമാണ്, എൻവയറമെന്റൽ സയൻസ്, പരിസ്ഥിതി ശാസ്ത്രം, ഇന്ന് ലോകം അംഗീകരിച്ച ശാസ്ത്രം അതാണ്, അതിനാണ് പ്രാധാന്യം. പരിസ്ഥിതി ശാസ്ത്രത്തിൽ പറയുന്നു, എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയും പ്രിസർവേഷൻ ഓഫ് എൻവയറമെന്റ്, പരിസ്ഥിതിയുടെ സംരക്ഷണവും ഒന്നിച്ചു പോകണം. ജലം മലിനമാക്കാൻ പറ്റില്ല, വായു മലിനമാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വീണ്ടും UN പറഞ്ഞിട്ടുണ്ട്, എക്കണോമിക് ഡെവലപ്മെന്റ് ഷുഡ് കൺസിഡർ ദ നീഡ്സ് ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻസ്. വരും തലമുറയുടെ ഭാവിയും കണ്ടിട്ട് വേണം സാമ്പത്തിക വികസനം
ഉണ്ടാക്കുവാൻ. ഉദാഹരണത്തിന് ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ജേർണൽ ഓഫ് സയന്റിഫിക് റിസർച്ച് അതിൽ പറയുന്നു, മനുഷ്യന്റെ അനാട്ടമി, ബയോളജിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ, DNA, ജീൻ തുടങ്ങിയവയെ വ്യാവസായിക മലിനീകരണം ബാധിച്ചു കഴിഞ്ഞാൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഈ രീതിയിൽ നിരീക്ഷിച്ചിട്ടുള്ളത്. വേൾഡ് ബാങ്ക് സുസ്ഥിരമായ വികസനം നടത്തുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ ധനസഹായം നൽകുകയുള്ളൂ. അപ്പോൾ സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം വിശാലമായ വിസ്തൃതമായ മനുഷ്യ സ്നേഹത്തിന്, മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി, പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി ഉള്ളതാണ്. അപ്പോൾ പ്രകൃതിയുടെ നിലനിൽപ്പിന്, മനുഷ്യന്റെ നിലനിൽപ്പിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് താങ്കൾക്ക് വികസനം നടത്തുവാൻ സാധിക്കും. ഷുംപീറ്റർ പറഞ്ഞു, എന്റർപ്രൈസ് ഹീറോ ഇൻ ദ ഹോൾ ഡ്രാമ ഓഫ് ഡെവലപ്മെന്റ്. വികസനത്തിന് നായകൻ താങ്കളെപ്പോലുള്ളവരാണ് ഈ വികസന നാടകത്തിന്. എന്നാൽ ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട്, സർക്കാർ നിയമത്തെ പരിപാലിക്കേണ്ടതുണ്ട്. ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്. വ്യാവസായിക സംസ്കാരത്തിന്റെ ഏറ്റവും മ്ലേച്ഛമായ സംസ്കാരം ലാഭേച്ഛ കൊയ്യുവാൻ ഇവിടെ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ഇതിനെപ്പറ്റി നിരവധി പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോബൽ സമ്മാന ജേതാക്കളായിട്ടുള്ള പല വ്യക്തികളും 3-4 ലോക രാജ്യങ്ങളിൽ പഠനം നടത്തുകയുണ്ടായി. സൈമൺ കുസ്നെറ്റ്സ്, അദ്ദേഹം നോബൽ പ്രൈസ് കിട്ടിയതാണ്. എൻവയോൺമെന്റൽ സയൻസ്, പ്രത്യേകിച്ചും സാമ്പത്തിക ശാസ്ത്രത്തിലാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ പരിസ്ഥിതി ശാസ്ത്രം അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്, വരും തലമുറയ്ക്ക് വിഘാതമുണ്ടാകുന്ന വികസനം അപകടകരമാണ്. 1968 ലോകത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ശാസ്ത്രജ്ഞന്മാരും റോമിൽ ഒത്തുകൂടി. ക്ലബ് ഓഫ് റോം എന്നാണ് പറയുന്നത്. അവർ പറയുന്നു, ലിമിറ്റ്സ് ടു ഗ്രോത്ത്, സ്റ്റോപ്പ് എക്കണോമിക് ഡെവലപ്മെന്റ്, വികസനം നിർത്തുക. 2025 ആകുമ്പോഴേ മനുഷ്യന്റെ സമഗ്രമായ ആരോഗ്യത്തിന് ഹാനികരമാകും. അങ്ങനെ പോയാൽ there will be final curtain of the mankind, മനുഷ്യരാശിയുടെ അവസാനത്തെ കർട്ടനം ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ വ്യവസായം, കമ്പനികൾ വളരുമ്പോഴേ, പുകക്കുഴലിലൂടെയുള്ള വിഷാംശം വളരുമ്പോഴേ നിങ്ങൾ പറയുന്നത് ഇവിടെ വ്യാവസായികമായ അന്തരീക്ഷമില്ല, നിക്ഷേപ സൗഹൃദമില്ല. അപ്പോൾ സർക്കാർ ഒരു കാര്യം നോക്കണം, പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള സംസ്ഥാനമാണെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ താങ്കൾ എപ്പോഴും പറയുന്നുണ്ടോ, സിംഗപ്പൂർ മോഡലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സിംഗപ്പൂർ മോഡൽ ലീ, അദ്ദേഹം 1959 മുതൽ 1990 വരെ സിംഗപ്പൂർ വികസനം ഉണ്ടാക്കി. ഇത് ചൈന പോലും സ്വീകരിച്ചിട്ടുള്ളതാണ്. അവിടെ സർക്കാരാണ് 80% ഭൂമിയും കൈകാര്യം ചെയ്യുന്നത്. ചൈനീസ് മോഡലിലേക്ക് ഞാൻ വരാം. ഞാൻ ചൈനയിൽ പോയിട്ടുണ്ട്, ചൈനയിലെ വ്യവസായ രംഗം നിരീക്ഷിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അവിടെ ഡെൻ സിയാവോപിങ് 1979 പുതിയ നയങ്ങൾ കൊണ്ടുവന്നു. അവിടെയുള്ള മുതലാളിമാര്, സവർണരെ വ്യവസായത്തിന് വേണ്ടി അനുവദിച്ചു, വിദേശ മുതലാളിമാരെയും അനുവദിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ കമ്മ്യൂണിസം അല്ലേ, ഈ മുതലാളിമാരെ അനുവദിക്കാമോ? അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു, പൂച്ചയുടെ നിറം എന്തായാലെന്താ, അത് നന്നായിട്ട് എലിയെ പിടിച്ചാൽ പോരെ. ചൈന സർക്കാരിന് ഇങ്ങനെയാകാമെങ്കിൽ നമ്മുടെ സർക്കാരും മുതലാളിമാരെ നിരുത്സാഹപ്പെടുത്തുകയില്ല, നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന വ്യവസായിയെ പിണക്കുകയില്ല. അപ്പോൾ നിക്ഷേപ സൗഹൃദമായ സംസ്ഥാനം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, മനുഷ്യന്റെ സമഗ്രമായ വിമോചനം നടത്തുന്ന വ്യവസായിയാണ് കാലം അംഗീകരിക്കുന്നത്. യൂസഫ് അലിയുടെ വ്യാവസായിക സാമ്രാജ്യം രാഷ്ട്രീയ പാർട്ടികളെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഇത് ലോകം അംഗീകരിച്ചു. അപ്പോൾ താങ്കളെ പോലുള്ളവരാണ് വികസനത്തിന്റെ നായകന്മാർ. അപ്പോൾ ഡീലൈസൻസിങ് ഇന്നുണ്ടെങ്കിൽ നമുക്കറിയാം. ഇൻഡസ്ട്രിയൽ പോളിസി, വ്യാവസായിക നയത്തിന് മാറ്റമുണ്ടായി. 1958 വ്യാവസായിക നയമല്ല ഇന്നുള്ളത്. 1991 മൻമോഹൻ സിംഗ് ഇതിന് അടിസ്ഥാനപരമായി മാറ്റി. വ്യവസായത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞ് കേരള സർക്കാരിന്റെ ചരിത്രം നോക്കിയാലും ഇത് തന്നെയാണ്. ഇവിടെ വ്യാവസായികമായ അന്തരീക്ഷമില്ല, തൊഴിലാളികൾ പ്രശ്നമുണ്ടാക്കുന്നു,
രാഷ്ട്രീയ പാർട്ടികൾ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾക്ക് രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളുണ്ടോ? ഈ രാഷ്ട്രീയപരമായ ലക്ഷ്യം സമ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അവർ ചരിത്രപരമായ ഗവേഷണ നിരീക്ഷണ പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ്. ബഹുരാഷ്ട്ര കുത്തകളുടെ ലക്ഷ്യങ്ങൾ അങ്ങനെയാണ്. ലാഭം കൊയ്യുന്നതിന് വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകും. താങ്കൾ ശ്രീലങ്കയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു. താങ്കളുടെ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. താങ്കൾ എവിടെയാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതെന്നും ഓർക്കുക. 26 വർഷം താങ്കൾ ഇവിടെയാണ് നടത്തിയെന്ന് ഓർക്കുക. അപ്പോൾ നിരന്തരമായി താങ്കളെ പിടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ എല്ലാ രീതിയിലുള്ള നിയമപരമായ വ്യവസ്ഥാപിതമായ കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം നിരത്തുവാൻ താങ്കൾ ബാധ്യസ്ഥനാണ്. അല്ലാതെ മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ വ്യാവസായിക രംഗത്ത് അപമാനിക്കുവാൻ താങ്കൾക്ക് അവകാശം ഉണ്ടോ? സർക്കാരിന്റെ ക്രിയാത്മകമായ ഭാവനയിലൂടെ തൊഴിലെടുക്കുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട്. സഹകരണ മേഖലയിലൂടെ ടൂറിസം ഇത് അനന്ത സാധ്യതകളുണ്ട്. കാർഷിക രംഗം വളരെയധികം വളരുവാൻ സാധിക്കും. ആഗോള പ്രശസ്തനായ ജോൺ ഗാൽബ്രിത്ത് അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്നത് വ്യാവസായിക വികസനം നല്ലതാണ്, വളരെ നല്ലതാണ്. എന്നാൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പാടില്ല. കാർഷിക രംഗത്ത് വിഘാതം ഉണ്ടാക്കുവാൻ സാധിക്കരുത്. കാർഷിക രംഗത്ത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്. കുടിവെള്ളത്തിനും പ്രശ്നം ഉണ്ടാക്കരുത്. ഇതിനൊക്കെ മുമ്പേ W റോസ്റ്റോ സാമ്പത്തിക ചരിത്രകാരനായ അദ്ദേഹവും പറഞ്ഞു വെച്ചിരിക്കുന്നു, സമ്പദ് വ്യവസ്ഥയുടെ പല ഘട്ടങ്ങളിൽ അവസാനമായിട്ട് നിൽക്കുന്നത് വ്യാവസായിക രംഗം മാത്രമല്ല, ദ ഏജ് ഓഫ് ഹ്യൂമൻ ഹാപ്പിനെസ്. അപ്പോൾ ഇത് ഏജ് ഓഫ് ഹ്യൂമൻ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ താങ്കളെ പോലുള്ള മുതലാളിമാര് ചരിത്രം ഓർക്കണമെങ്കിൽ ചരിത്രത്തിന്റെ പാഠപുസ്തകത്തിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ താങ്കൾ മാതൃകാപരമായിട്ടുള്ള വ്യവസായിയായിരിക്കണം. നോബൽ സമ്മാനം കിട്ടിയ വ്യക്തികളെ നോക്കുക. അവർ സമാധാനപ്രിയരായിരുന്നു. അക്രമത്തെ ജനിപ്പിക്കുന്നു, സമാധാനത്തെ ജനിപ്പിക്കുന്നു. അനുരഞ്ജനത്തിന്റെ പാതയാണ് എല്ലാ കാലത്തും നല്ലതെന്ന് ലോകചരിത്രം കാണിക്കും. താങ്കൾക്ക് ട്രംപിനെയാണോ ഇഷ്ടം അതോ ഒബാമയാണോ ഇഷ്ടം? സർക്കാരിനെ വെല്ലുവിളിക്കുന്ന, സർക്കാരിനെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യവസായിയെ കേരള ചരിത്രം അംഗീകരിക്കുമോ? അപ്പോൾ നമുക്കറിയാം, മുതലാളിമാരുടെ സാമ്പത്തിക ശക്തിയുടെ പണാധിപത്യം, സമ്പദ് വ്യവസ്ഥയിലെ ചലനാത്മകമായ പണത്തിന്റെ സംക്രമണം കൊണ്ട് രാഷ്ട്രീയ രംഗത്തെ മാറ്റിമറിച്ചുകൊണ്ട് പല രീതിയിലുള്ള അടവുകളും തന്ത്രങ്ങളും ഉപയോഗിച്ച് രാഷ്ട്രീയ വ്യവസ്ഥയെ മാറ്റുന്നതിന് വേണ്ടി ശ്രമിച്ചേക്കാം. ജനങ്ങളുടെ പൊതുമതം മാറ്റുവാൻ ശ്രമിച്ചേക്കാം. ഇത് നെഗറ്റീവ് മാർക്കറ്റിംഗ് ആണ്, ഒരു പൊളിറ്റിക്കൽ സിമ്പതി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ താങ്കളുടെ പാർട്ടിക്ക് പൊളിറ്റിക്കൽ മൈലേജ് കിട്ടും. മീഡിയ സൈക്കോളജിയിലെ ഒരു ഗവേഷകനായി പല വിഷയങ്ങളും ഞാൻ ഗവേഷണം ചെയ്യുന്ന ഒരു എളിയ ഗവേഷകനാണ്. അപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്, താങ്കൾക്ക് മാധ്യമങ്ങളെ സ്വാധീനിക്കുവാൻ സാധിക്കും. അങ്ങനെ പല രീതിയിലുള്ള വികസന തന്ത്രങ്ങൾ നടത്തപ്പോൾ ലാഭം മാത്രമല്ല താങ്കൾ നോക്കേണ്ടത്. അപ്പോൾ ഒരിക്കൽ താങ്കൾ പറയുകയുണ്ടായി, എൻ്റെ കമ്പനിയിൽ യാതൊരു രീതിയിലുള്ള ക്ഷേമപ്രവർത്തനങ്ങൾക്കും തടസ്സമില്ല. താങ്കളെ പോലെയുള്ളവർ ഒരിക്കൽ നിരീക്ഷിക്കുകയുണ്ടായി, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന സർക്കാരുകൾ ബോധപൂർവമോ അല്ലാതെയോ ദാരിദ്ര്യം സൃഷ്ടിക്കും. ആ ദാരിദ്ര്യമാകട്ടെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളുള്ള സർക്കാരിനെ സൃഷ്ടിക്കും. ഈ നിരീക്ഷണം താങ്കൾ നടത്തിയെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഓർക്കുക, കേരളത്തിലെ സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വന്നിരിക്കുന്നു. താങ്കളെ പോലെയുള്ളവർക്ക് ഇവിടെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം നൽകുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, പരിസ്ഥിതി സൗഹൃദ സംസ്ഥാനമാണെന്ന് സർക്കാർ പറഞ്ഞാൽ അത് തെറ്റില്ല. ഇവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ വേറൊരു രംഗത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. രാഷ്ട്രീയ രംഗം വ്യവസായികൾക്ക് അനുകൂലമല്ലാതെ വരുമ്പോൾ വ്യവസായികൾ രാഷ്ട്രീയ പ്രക്രിയയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, സ്വാധീനിക്കുന്നതിന് വേണ്ടി പുതിയ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കും. ജനപ്രതിനിധികളെ അവരുടെ ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും. അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. രാഷ്ട്രീയ രംഗം ശുദ്ധീകരിക്കുവാനാണ്, അഴിമതി ഇല്ലാതാക്കുവാനാണ് എന്ന് പറയുന്നു. അത് സത്യമായിരിക്കാം, അല്ലാതെ ആയിരിക്കാം. എന്നാൽ ഇന്ന്
ഒരു ഗവേഷകൻ ചിന്തിക്കുമ്പോൾ, ഗവേഷകൻ പഠിക്കുമ്പോൾ നിരവധി മാതൃകകൾ ലോകത്തിലുണ്ട്. ടാറ്റ ജംഷഡ്പൂരിൽ ഇങ്ങനെ ഒരു മാതൃക ഉണ്ടാക്കി. രാഷ്ട്രീയ പ്രക്രിയയെ എങ്ങനെ സ്വാധീനിക്കുവാൻ സാധിക്കും? അവിടെ തൊഴിലാളി സമരം ബോധപൂർവം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുമ്പോൾ ജനപ്രതിനിധികളെ കമ്പനി ഉണ്ടാക്കുന്നു. എന്നാൽ അവർ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുകയും അങ്ങനെയുള്ള ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. ഇങ്ങനെയൊരു പരീക്ഷണം ചിക്കാഗോയിൽ ഉണ്ടായി. ചിക്കാഗോയിൽ കമ്പനികൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ള സകല ശ്രമങ്ങളും നടത്തി. എന്നാൽ അവരും ഈ രംഗത്ത് നിന്ന് പിൻവാങ്ങി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിച്ചു. UN ഈ രീതിയിലുള്ള നിരീക്ഷണ ഗവേഷണ പഠനങ്ങൾ നടത്തി. ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലെ പല പരീക്ഷണങ്ങളും നടത്തി. അവരും അവസാനം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയാണ് നല്ലതെന്ന് കണ്ടെത്തി. ജനാധിപത്യത്തിൽ ആശയങ്ങൾക്കാണ് പ്രാധാന്യം. ജനാധിപത്യത്തിൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം പൂർണ്ണമാണെന്ന് വിശ്വസിക്കുന്നില്ല. അപജയങ്ങൾ, പരാജയങ്ങൾ വളരെയധികം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ ഒരു കമ്പനി ഉടമസ്ഥൻ തന്റെ കമ്പനിയിലെ തൊഴിലാളികൾക്ക് നീതിപൂർവമായ വേതനം ലഭിക്കുന്നതിന് വേണ്ടി സമരത്തിനും മുൻകൈയെടുത്തു. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട്. താങ്കൾക്ക് പുതിയ പാർട്ടി ഉണ്ടാക്കുവാനും പുതിയ പാർട്ടിയെ വ്യാവസായിക രംഗത്തെ സ്വാധീനിക്കുവാനും അങ്ങനെ രാഷ്ട്രീയ പ്രക്രിയയെ സംശുദ്ധമാക്കുവാനും അവകാശമുണ്ട്. എന്നാൽ കേരളത്തിലെ സമസ്ത വ്യാവസായിക രംഗവും വ്യവസായിക്ക് അനുകൂലമല്ല എന്ന് പറഞ്ഞ് കേരളത്തെ അപമാനിച്ചു പോകുവാൻ താങ്കൾക്ക് അവകാശമുണ്ടോ? പല സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾ വരും പോകും. കാലം പിന്നെയും മറയും. കാലത്തിന്റെ ചക്രം വീണ്ടും നീങ്ങും. അപ്പോൾ അവിടെ ഏത് രീതിയിലുള്ള വ്യവസായിയാണ് ചരിത്രം ബഹുമാനിക്കുന്നത്, ചരിത്രം മാതൃകയാക്കുന്നത്? നിങ്ങളെപ്പോലുള്ളവർ സർക്കാരിന് ഉപദേശം നൽകുവാൻ സാധിക്കും. അങ്ങനെ സർക്കാരിന് വിജയം നൽകുവാൻ സാധിക്കും. താങ്കളുടെ കഴിവുകൾ, ഭാവനകൾ സർക്കാരിന് ഉതകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കളെ പോലുള്ള വ്യവസായികൾക്ക് തത്വശാസ്ത്രത്തിൽ വിശ്വാസമില്ല എന്നും അത് പഠിക്കേണ്ട കാര്യമില്ല എന്നും എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഒരു ഗവേഷകനായി ഞാൻ ഒരു എളിയ നിരീക്ഷണം നടത്തിക്കൊണ്ട്, പ്രകൃതിയുടെ നിയമം സഹകരണമാണ്. മനുഷ്യൻ ഓക്സിജനെ സ്വീകരിക്കുന്നു, കാർബൺ ഡയോക്സൈഡിനെ വെളിയിലേക്ക് വിടുന്നു. അപ്പോൾ ഒരു കോൺട്രാക്ച്വൽ കോപ്പറേഷനാണ് ഉള്ളത്. സമൂഹത്തിൽ ആഘാതമുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, അപ്പോൾ പ്രത്യാഘാതം ഉണ്ടാകും. താങ്കൾ പ്രത്യാഘാതമുണ്ടാക്കി പ്രതികരിച്ചു. എന്നാൽ അതിൽ നിന്നും ഒരു സംഘാതം, സമന്വയമുണ്ടാക്കണം. അതാണ് പ്രകൃതിയുടെ നിയമം. തത്വശാസ്ത്രജ്ഞന്മാർ പറയുന്നു, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു, എ ക്വിറ്റർ വിൽ നെവർ വിൻസ്. ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന ഒരാൾ വിജയിക്കില്ല എന്ന് പറയുമ്പോൾ അതിന് വളരെയധികം മാനങ്ങളുണ്ട്. പണസമ്പാദനം മാത്രമില്ല. വിജയിച്ച ഒരാൾ ഒരിക്കലും പരാജയപ്പെട്ട് പിൻവാങ്ങുകയില്ല. വിജയിച്ച ഒരാളെ ഞാൻ പറയുമ്പോൾ വിജയത്തിന് പല മാനങ്ങളുണ്ട്. അപ്പോൾ ദാർശനികമായ തലത്തിൽ, പരിസ്ഥിതിയുടെ ശാസ്ത്രത്തിൻ്റെ തലത്തിൽ, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ യുക്തിയിൽ, രാഷ്ട്രീയ ശാസ്ത്രത്തിൻ്റെ യുക്തിയിൽ, നിയമത്തിൻ്റെ യുക്തിയിൽ താങ്കളുടെ തീരുമാനങ്ങൾ, നയങ്ങൾ, നടപടികൾ ശരിയാണോ എന്ന് താങ്കൾ വിശകലനം ചെയ്യുക. സമാധാനത്തിൻ്റെ പാതയിലേക്ക്, അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക്, ഹാർമണി, ഓർഡർ, പീസ്, ഇതാണ് പ്രകൃതിയുടെ നിയമം. ഞങ്ങളെ വീണ്ടും ഞങ്ങൾ ക്ഷണിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം ഇവിടെ ഉറപ്പു തരുന്നു, അയ്യോ കിറ്റസേ പോകരുതേ എന്ന് പറയുവാൻ ഒരു ഗവേഷകനായി ഞാൻ ഒരിക്കലും പറയില്ല. എന്നാൽ താങ്കളുടെ പൗരബോധം, താങ്കളുടെ വ്യാവസായികമായ വ്യക്തിത്വം മനസ്സിലാക്കി താങ്കൾ തീരുമാനമെടുക്കുക. മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ പോകാൻ താങ്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ കേരളത്തെ അപമാനിച്ചിട്ട് പോകുന്ന ഒരു വ്യവസായിയെ കേരള ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം, ലോക ചരിത്രം എങ്ങനെയാണ് കാണുന്നത് എന്നും താങ്കൾ ചിന്തിക്കണം. അങ്ങനെ ബഹുമുഖങ്ങളായ, നാനാവിധമായ സമസ്ത കാര്യങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് താങ്കൾ തീരുമാനമെടുക്കുമെന്ന്
ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വൈദ്യസഹായം താങ്കളുടെ കമ്പനി നിഷേധിച്ചതായിട്ട് ഡിജിറ്റൽ തെളിവുകളില്ലേ? അപ്പോൾ താങ്കൾക്ക് വ്യാവസായിക അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടി പല തന്ത്രങ്ങളും ഉപയോഗിക്കുവാൻ സാധിക്കും. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുവാൻ സാധിക്കും, പഞ്ചായത്ത് പിടിച്ചെടുക്കുവാൻ സാധിക്കും, കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ താങ്കളുടെ പാർട്ടിയെ സംരക്ഷിക്കാത്ത ആൾക്കാർക്ക് കിറ്റുകൾ നൽകിയില്ല എന്നുള്ള ഡിജിറ്റൽ എവിഡൻസും ഉണ്ട്. കേരള സർക്കാർ കിറ്റുകൾ കൊടുക്കുന്നതായിട്ട് പറയും. പക്ഷേ സമസ്ത മനുഷ്യർക്കും വികസനം ഉണ്ടാക്കുന്നതിന് വേണ്ടി, ദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടി, ക്ഷേമം ഉണ്ടാക്കുന്നതിന് വേണ്ടി ജാതിമത ഭേദമന്യേ കൊടുക്കുന്ന കിറ്റുകളാണ്. അവിടെ വാണിജ്യ വ്യാപാര തന്ത്രങ്ങൾ ഇല്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒരു കാര്യം വ്യക്തമാക്കട്ടെ. ഭാവി തലമുറയെ ഉന്നമിക്കുന്ന വികസനമാണ് നമുക്ക് ആവശ്യം. സുപ്രീം കോടതി വിധികൾ വളരെയധികമുണ്ട്. ഇതിൻ്റെ കാരണവും താങ്കൾക്ക് വളരെ നന്നായിട്ട് അറിയാം. എന്നാൽ വാണിജ്യ താല്പര്യങ്ങൾ, വ്യാവസായിക താല്പര്യങ്ങൾ ലാഭേച്ഛ നിക്ഷേപിക്കുന്നു, പുനർനിക്ഷേപിക്കുന്നു, സമ്പദ് വ്യവസ്ഥയിൽ വികസനത്തിലൂടെ ലാഭം കൊയ്യുന്നു. ഇത് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ളൊരു വ്യവസായി കാലം എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്, പഠിക്കുന്നത്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ ഒരു വരി ഞാൻ കടമെടുക്കുന്നു. സൂര്യൻ തന്റെ തേജസ്സുമായി നിൽക്കുന്നു. സൂര്യന്റെ പ്രഭ മങ്ങുമ്പോൾ സൂര്യൻ ചോദിക്കുന്നു, എനിക്ക് ശേഷം പ്രഭ നൽകുവാൻ ആരുണ്ട്? അപ്പോൾ ഇരുട്ടുള്ള കാർമേഘങ്ങളിലൂടെ ചന്ദ്രൻ വരുന്നു. ഞാൻ മതിയോ എന്ന്. ചന്ദ്രൻ മറയുമ്പോൾ ചന്ദ്രൻ ചോദിക്കുന്നു, ഞാൻ മറയുകയാണ്, പ്രകാശം നൽകുവാൻ ഇനി ആരുണ്ട്? നക്ഷത്രങ്ങൾ വരുന്നു, ഞങ്ങൾ വളരെ അകലെയാണ്, ഞങ്ങൾ മതിയോ എന്ന് പറയുന്നു. നക്ഷത്രങ്ങൾ മിനിമറയുമ്പോൾ അങ്ങകലെ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടവുമായിട്ട് ചെറുകുടിലുകളിൽ പ്രകാശത്തിന്റെ നിരിതാളങ്ങൾ വരുന്നു. ഓർക്കുക, താങ്കളെ പോലെയുള്ളവർ സമ്പദ് വ്യവസ്ഥയിലെ വ്യാവസായിക രംഗത്ത് സൂര്യ തേജസ്സുകളാണ്. കേരളം താങ്കളെ സ്നേഹിക്കുന്നു. താങ്കൾ കേരളത്തെയും സ്നേഹിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്കളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.